ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ 28 ഡേയ്സ് ഓഫ് മാജിക് അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച്. അങ്ങനെ ഇന്ന് നമ്മൾ ഡേ 13 ആയി. സോ ഇതിന് മുന്നുള്ള വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം മാത്രം ഡേ 13ലേക്ക് വരിക. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മേക്ക് ഓൾ യുവർ വിഷസ് കം ട്രൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ഡേ 1 തൊട്ട് ഡേ 12 വരെ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ നമ്മുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഉള്ള നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളോടും നമ്മൾ താങ്ക് യു പറഞ്ഞ് നമ്മൾ ഗ്രേറ്റ്ഫുള്ളായി. എന്നാൽ ഇന്ന് തൊട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ, അതായത് നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ നമ്മുടെ ലൈഫിൽ വരണം, നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക എന്ന് പറയുന്നതാണ്. നമ്മൾ നേരത്തെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി പറഞ്ഞല്ലോ, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആലോചിക്കുന്നത് അതാണ് നമ്മുടെ റിയാലിറ്റി ആയിട്ട് വരിക. സോ നമ്മൾ നമ്മുടെ ഗോൾസും വിഷസും ഒക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ വഴി നമ്മുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് വരുത്തുമ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം താങ്ക് യു പറഞ്ഞ് അതിനെ വരുത്തുന്നതാണ്. നമ്മൾ ഒരു സാധനത്തോടെ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവേണ്ടത് അല്ലെങ്കിൽ നമുക്ക് അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് വരേണ്ടത് അത് നമ്മുടെ ലൈഫിലുള്ളപ്പോഴോ അല്ലെങ്കിൽ അത് പോയി കഴിഞ്ഞിട്ടോ അല്ല നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ടത്. നമ്മുടെ ലൈഫിലേക്ക് ഒരു സാധനം വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിന് വേണ്ടി ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. സോ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷനൊക്കെ ഇത് നമ്മുടെ ലൈഫിലേക്ക് വരുത്താനുള്ളതാണ് ഇന്ന് തൊട്ട് പോകുന്നത്. ഇനി കുറച്ച് ദിവസം ഇതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ ഡേ 0 ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതായത് നമ്മൾ പല കാറ്റഗറീസ് തിരിച്ച് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ കരിയർ, നമ്മുടെ പേഴ്സണൽ ഗോൾസ്, നമുക്ക് മെറ്റീരിയൽ തിങ്സ് എന്നൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ പല ഗോൾസ് വെച്ചില്ലേ? നമുക്ക് ഇന്ന സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളിൽ ലിസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഡേ 0 നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇത് അതിൻ്റെ വേറൊരു വേർഷൻ. അതായത് നമുക്ക് 10 കാര്യങ്ങളാണ് വേണ്ടത്. നിങ്ങളുടെ ടോപ്പ് 10 മെയിൻ വിഷ് ലിസ്റ്റ്, നിങ്ങൾക്ക് ചെയ്യണം എന്നാഗ്രഹമുള്ള, നിങ്ങൾക്ക് കിട്ടണം എന്നാഗ്രഹമുള്ള നിങ്ങൾ 10 കാര്യങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അതിൻ്റെ ഇത് വെറുതെ ലിസ്റ്റ് ഔട്ട് ചെയ്തപ്പോഴേ നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ റൂളിൽ പറഞ്ഞ പോലെ നമ്മൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇപ്പോൾ ഉള്ളതുപോലെ വേണം മാനിഫെസ്റ്റ് ചെയ്യാൻ. ആൻഡ് നമ്മുടെ ഈ ആക്ടിവിറ്റിയിൽ നമ്മൾ 3 വട്ടം താങ്ക് യു പറഞ്ഞിട്ട് വേണം ഇതിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ. താങ്ക് യു എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ വാക്കാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ താങ്ക് യു 3 വട്ടം പറയുന്നത് പവർഫുൾ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അത്രയും എംഫസൈസ് നമ്മളതിന് കൊടുക്കുന്നത്. നമ്മൾ അത്രയും ഗ്രേറ്റ്ഫുൾ ആണ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും ഡെപ്ത് കൂട്ടാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ 3 വട്ടം താങ്ക് യു ആദ്യമേ പറയുന്നത്. ഈ സാധനം നമ്മുടെ ലൈഫിലേക്ക് വരുന്നതിന് മുന്നേ. പക്ഷെ നമ്മൾ അപ്പോഴും ഇത് എഴുതുന്നത് നമ്മുടെ ലൈഫിൽ ഓൾറെഡി ഉള്ളതുപോലെ. ഇപ്പോൾ എൻ്റെ ഒരു ജോലി തരികയാണെങ്കിൽ താങ്ക് യു ഫോർ മൈ ഇന്ന പൊസിഷനിലുള്ള ഇന്ന കമ്പനിയിലുള്ള ഇത്ര സാലറിയുള്ള ജോലിക്ക് താങ്ക് യു. അങ്ങനെ താങ്ക് യു വെച്ചാണ് തുടങ്ങിയത്. ഈ 3 താങ്ക് യു വിത്ത് ഈ ഡിസ്ക്രിപ്ഷൻ, ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ താങ്ക് യു പറയുന്നത് എന്ന രീതിയിൽ. അങ്ങനെ നമ്മൾ 10 എണ്ണം, അത് ഏത് കാറ്റഗറിയിലും ആവട്ടെ, നിങ്ങളുടെ ടോപ്പ് ലെവലിലുള്ള 10 എണ്ണം. ആൻഡ് ഈ ചുമ്മാ ലിസ്റ്റ് ഔട്ട് ചെയ്ത് താങ്ക് യു പറഞ്ഞ് ലിസ്റ്റ് ഔട്ട് ചെയ്തോണ്ട് നമ്മൾ പരിപാടി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ പരിപാടി ഇനിയാണ് ആക്ച്വലി വരാൻ പോകുന്നത്. നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക്. ഈ ഓരോ കാര്യവും നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ പോയ ഇമോഷൻസ് എന്തൊക്കെയാണ്? 2, ഇത് സംഭവിച്ചപ്പോൾ നിങ്ങളിത് ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ചെന്ന് പറയാൻ, നിങ്ങൾക്കിത് ആദ്യം നിങ്ങൾ ആരോടാണ് ഷെയർ ചെയ്തത്? ആൻഡ് അത് നിങ്ങൾ എങ്ങനെയാണ് ഷെയർ ചെയ്തത്? 3ാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ, ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ട് വാട്ട് ഗ്രേറ്റ് തിങ് ഡിഡ് യു ഡു? നിങ്ങൾ എന്താണ് ചെയ്തത് ആൻഡ് അത് എങ്ങനെയൊക്കെയാണ് ചെയ്തത്? അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നിങ്ങൾ എഴുതി വെച്ചേക്കുന്ന ഈ 10 കാര്യങ്ങളോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ 10 കാര്യങ്ങളൊന്നും ലിസ്റ്റ് എഴുതിയെങ്കിലും മറ്റത് ലിസ്റ്റ് എഴുതേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ ഈ ലിസ്റ്റിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ ഫസ്റ്റ് പോയിന്റ് നോക്കിയിട്ട് ഞാനത് നോക്കിക്കൊണ്ട് ഞാൻ ആലോചിക്കണം, ഇത് നടന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയ ഇമോഷൻ എന്ത്? അപ്പം ഞാനത് ആലോചിച്ച് ഞാനത് വിഷ്വലൈസ് ചെയ്യും. അത് കഴിഞ്ഞ് ഇത് നടന്നപ്പോൾ ഇത് ആരോട് പോയാൽ പറഞ്ഞാൽ ഞാനിത് എങ്ങനെ അയാളുടെ ഷെയർ ചെയ്തത് അത് ഞാൻ ആലോചിക്കും. ഇത് കഴിഞ്ഞ് 3ാമത്തത്, ഞാൻ ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് ഞാൻ ആലോചിച്ചു. ആ എക്സാക്റ്റ് സിറ്റുവേഷൻ, ഞാൻ എന്ത് ചെയ്തു എന്നുള്ള സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്തു. ഈ പർട്ടിക്കുലർ 3 ക്വസ്റ്റ്യൻ്റെ ഈ സെറ്റ് നമ്മൾ ഈ ഉള്ള 10 ക്വസ്റ്റ്യനും കൊടുക്കണം. നമ്മൾ ഓരോന്ന് കഴിഞ്ഞ് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഈ 3 ക്വസ്റ്റ്യൻസും ചോദിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇത്ര ഉള്ളൂ ആക്ടിവിറ്റി. പക്ഷെ നമ്മൾ ഇവിടെ ആ ഒരു കണ്ടീഷൻ വെച്ച് പറഞ്ഞിട്ടുള്ളത്, ഇതിൽ ഓരോ ക്വസ്റ്റ്യനും ഇല്ലേ, ഇപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഓരോ നമ്മുടെ വിഷനോട് ചോദിക്കണമെന്നില്ലേ, ഈ ഓരോ വിഷിനും ടോട്ടലി നമ്മൾ മിനിമം 1 മിനിറ്റെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്ത് നമ്മൾ അല്ലാണ്ട് ചുമ്മാ ഇത് നോക്കി ഒറ്റ സെൻറ്റൻസിൽ മനസ്സിലാലോചിച്ച് പോയപ്പോഴും നമ്മളത് പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്ത് ആലോചിച്ച് പോകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു മിനിമം സമയമുണ്ടല്ലോ. ആ സമയം നമ്മൾ ഈ 10 വിഷന് വേണ്ടി എടുക്കാൻ തയ്യാറാവണം. പിന്നെ ഇത് നമുക്ക് വേറൊരു രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഈ ലിസ്റ്റ് ഉണ്ടാക്കൽ മാത്രമല്ലാണ്ട് വിഷൻ ബോർഡ് ഇല്ലേ, വിഷൻ ബോർഡ് അറിയാത്തവർക്കായിട്ട് ഈ പറഞ്ഞ ലിസ്റ്റിൻ്റെയൊക്കെ നമുക്ക് പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ, അതായത് ഇപ്പോൾ എനിക്ക് നല്ല ജോലി കിട്ടുന്നതാണ് എൻ്റെ ഡ്രീം എന്നുണ്ടെങ്കിൽ ഞാൻ ആ ജോലിക്ക് പോകുന്ന ടൈപ്പ് ഒരു ഫോട്ടോ. ഇപ്പോൾ എനിക്ക് നല്ല
വയറൊക്കെ കുറഞ്ഞ് നല്ല ഷേപ്പുള്ളൊരു ബോഡി വേണമെന്നുണ്ടെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്ത് ടോൺഡായിട്ട് നിൽക്കുന്ന ഒരാളുടെ ഫോട്ടോ. അങ്ങനെ നമുക്ക് താല്പര്യമുള്ള ആൾക്കാരുടെയൊക്കെ ആൾക്കാരെന്നല്ല നമ്മുടെ ആ ഗോൾസിൻ്റെ ഫോട്ടോസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുമല്ലോ. ഇതിനാണ് നമ്മൾ വിഷൻ ബോർഡ് എന്ന് പറയാം. ഇവർ നമ്മളോട് പറയുന്നത് ഒരു മാജിക് ബോർഡ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിന് വിഷൻ ബോർഡ് എന്ന് റെഫർ ചെയ്തേ ഉള്ളൂ. കാരണം ഇവർ മാജിക് ബോർഡ് എന്ന് പറഞ്ഞ ഐഡിയ വിഷൻ ബോർഡിൻ്റെ ഐഡിയ തന്നെ. പക്ഷെ ഇത് മാജിക് ബോർഡ് ആവാൻ കാര്യം നമ്മൾ ഇതിനകത്ത് 3 വട്ടം ബോൾഡ് ലെറ്റേഴ്സിൽ താങ്ക് യു എന്നും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ നോർമൽ വിഷൻ ബോർഡിൽ അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. നമ്മൾ നോർമൽ വിഷൻ ബോർഡിൽ നമ്മുടെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഹൗ അവർ ഇയർ വെൻറ്റ്. നോർമലി ആൾക്കാർ ഇയർലി ആണല്ലോ വിഷൻ ബോർഡ് ഉണ്ടാക്കാറ്. നമ്മുടെ ഈ കൊല്ലം ഇങ്ങനെ ആയിരിക്കും നമ്മൾ മനസ്സിൽ കണ്ടുണ്ടാക്കുന്ന സാധനമാണല്ലോ നമ്മുടെ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാജിക് ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ 10 ഡ്രീംസുള്ള ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ വിത്ത് ബോൾഡ് ബ്ലാക്ക് അല്ല ക്യാപ്സ് ലെറ്റേഴ്സിൽ തന്നെ കൊടുത്തു താങ്ക് യു എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ലിസ്റ്റ് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പടം സെറ്റാക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നമ്മൾ 3 ചോദ്യം ചോദിച്ച് നമ്മൾ അതിന് ഓരോ മിനിറ്റ് വെച്ച് നമ്മൾ സമയം കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയല്ലോ ഇന്നത്തെ ആക്ടിവിറ്റി. അപ്പോൾ ഞാനൊന്നുകൂടെ എല്ലാ ദിവസവും പറയുകയാണ്. നമ്മൾ രാവിലെ എണീക്കുന്നു, നമ്മൾ നമ്മുടെ 10 കൗണ്ട് ബ്ലെസ്സിങ്സ് ചെയ്ത് നമ്മൾ ദിവസം ആരംഭിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇത് ചെയ്ത് നമ്മൾ നമ്മുടെ 10 ഡ്രീംസിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി. ഈ 10 ലിസ്റ്റിലുള്ള ഓരോ സാധനത്തിനും നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഇനിയിപ്പോൾ അത് ചെയ്യാൻ വയ്യാണെങ്കിൽ നമ്മൾ മാജിക് ബോർഡ് ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് രാത്രിയാകുമ്പോഴേക്കും നമ്മൾ ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് നമ്മൾ നമ്മുടെ മാജിക് ബോർഡ് എടുത്ത് നമ്മൾക്ക് ഏറ്റവും താങ്ക്ഫുൾ ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ താങ്ക് യു പറഞ്ഞ് അപ്പോൾ നമ്മൾ കിടന്നുറങ്ങാം. ബൈ ഗൈസ്.